പ്രിയങ്ക ഗാന്ധിയുടെ മകൻ ഒരു കല്യാണം കഴിക്കുന്നതിൽ ആർക്കാണ് പ്രശ്നം? മരുമകളെ മാത്രമല്ല, അവരുടെ ജാതിയും മതവും ജാതകവും വരെ തപ്പിയിറങ്ങിയിരിക്കുകയാണ് ചിലർ. കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി വദ്രയുടെയും ബിസിനസ്സുകാരനായ റോബർട്ട് വദ്രയുടെയും മകൻ റൈഹാൻ വദ്രയുടെ വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു റൈഹാന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. വധു ഡൽഹിക്കാരി അവീവ ബേഗ്. നെഹ്റു കുടുംബത്തിലെ പുതിയ അംഗത്തെക്കുറിച്ച് തിരയുന്നതിനിടെ പല തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് ചിലർ. പ്രത്യേകിച്ച് സംഘ് പരിവാർ ഹാൻഡിലുകളിൽ നിന്നാണ് ഇത്തരം പ്രചാരണങ്ങൾ എത്തുന്നത്. റൈഹാൻ വദ്ര ഒരു മുസ്ലിമിനെ ജീവിത പങ്കാളിയാക്കാൻ ഒരുങ്ങുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിലും കടുത്ത വർഗീയ പ്രചാരണങ്ങളും ട്രോളുകളും കൊണ്ട് നിറയ്ക്കുകയാണ്. റൈഹാന്റെ വിവാഹത്തെ ചൊല്ലി ഉയരുന്ന വിവാദങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 7 വർഷത്തോളം തന്റെ പ്രണയിനിയായിരുന്ന അവീവയോട് ഡിസംബർ 29-ന് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ചെറിയൊരു ചടങ്ങിലാണ് റൈഹാൻ പ്രപ്പോസ് ചെയ്യുന്നത്. അവീവ യെസ് പറഞ്ഞതോടെ ഇരു കുടുംബങ്ങളും ചേർന്ന് അതൊരു വിവാഹത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. രാജസ്ഥാനിലെ രണ്ടംബോറിൽ വെച്ച് നടക്കുന്ന സ്വകാര്യ ചടങ്ങുകളിൽ വെച്ച് വിവാഹ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. അവീവ ബേഗ് ഡൽഹിയിലെ പ്രമുഖ ബിസിനസ് കുടുംബത്തിലെ അംഗമാണ്. പിതാവ് ഇമ്രാൻ ബേഗ് ഒരു വ്യവസായിയാണ്. അമ്മ നന്ദിത കത്പാലിയ ബേഗ് പ്രശസ്തയായ ഒരു ഇന്റീരിയർ ഡിസൈനറുമാണ്. അവീവയുടെ കുടുംബത്തിന് വാദ്ര ഗാന്ധി കുടുംബവുമായുള്ള അടുത്ത ബന്ധം ഇതിനോടകം തന്നെ ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയും നന്ദിത ബേഗും ദീർഘകാലമായി സുഹൃത്തുക്കളാണ്. കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ സഹായിച്ചത് നന്ദിതയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലും വളരെ കാലത്തെ അടുപ്പമുണ്ട്. ഡൽഹിയിലെ പ്രശസ്തമായ മോഡേൺ സ്കൂളിൽ നിന്നായിരുന്നു അവീവ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് ഹരിയാനയിലെ OP ജിൻഡാർ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടി. നിലവിൽ ഡൽഹിയിൽ ഫോട്ടോഗ്രാഫറായും ക്രിയേറ്റീവ് പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചു വരികയാണ്. ദൈനംദിന ജീവിതത്തിന്റെ ലാളിത്യവും സങ്കീർണതയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ചിത്രങ്ങളാണ് അവീവയുടെ സ്പെഷ്യാലിറ്റി. അറ്റ്ലിയർ 11 എന്ന ഫോട്ടോഗ്രാഫിക് സ്റ്റുഡിയോയുടെയും പ്രൊഡക്ഷൻ കമ്പനിയുടെയും സഹസ്ഥാപക കൂടിയാണ് അവീവ. ഇന്ത്യയിലെ ഏജൻസികളുമായും ബ്രാൻഡുകളുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇവർ. കഴിഞ്ഞ 5 വർഷങ്ങളിൽ നിരവധി എക്സിബിഷനുകളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട്. 2023-ലെ ഇന്ത്യ ആർട്ട് ഫെയർ, മെത്തേഡ് ഗാലറി തുടങ്ങി നിരവധി വേദികളിൽ അവീവയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. പ്ലസ് റൈമിൽ ഫ്രീലാൻസ് പ്രൊഡ്യൂസർ, ജൂനിയർ പ്രൊജക്ട് മാനേജർ, ആർട്ട് ചെയിൻ ഇന്ത്യയിൽ മാർക്കറ്റിംഗ് ഇന്ത്യൻ, ദി ജേർണൽ അറ്റ് പാർലമെന്റിന്റെ എഡിറ്റർ ഇൻ ചീഫ് എന്നിവയുൾപ്പെടെ മീഡിയ, കമ്മ്യൂണിക്കേഷൻസ്, പബ്ലിഷിംഗ് മേഖലകളിൽ വിവിധ റോളുകളും അവീവ നിർവഹിച്ചിട്ടുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം അവീവ മുൻ നാഷണൽ ലെവൽ ഫുട്ബോൾ പ്ലെയറുമാണ്. എന്നാൽ ഇതൊന്നുമല്ല വിഷയം. അവീവ ഇമ്രാൻ ബേഗിന്റെ മകളാണ്. ബേഗ് എന്ന പേര് മുസ്ലിം പശ്ചാത്തലത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് ചിലരുടെ വാദം. റൈഹാൻ ഒരു ക്രിസ്ത്യാനിയാണത്രേ. ക്രിസ്ത്യനും മുസ്ലിമും ചേർന്ന് വിവാഹം കഴിച്ച് ഒരു ഹിന്ദു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്ന തരത്തിൽ പോകുന്നുണ്ട് പ്രചാരണങ്ങൾ. വിവാഹ നിശ്ചയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് റൈഹാന്റെയും അവീവയുടെയും മതവിശ്വാസങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഊഹാപോഹങ്ങൾ വ്യാപകമായത്. റോബർട്ട് വദ്ര പഞ്ചാബി, ഖത്രി, ഹിന്ദുവാണ്, ക്രിസ്ത്യാനി അല്ല എന്ന് ഡിഫെൻഡ് ചെയ്യാൻ വന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. റൈഹാൻ വദ്ര ക്രിസ്ത്യാനി, അവീവ ബേഗ് മുസ്ലിം. അവർ വിവാഹിതരായി. അവരുടെ മക്കൾ ജനേധാരി ഹിന്ദുക്കളാകും. എല്ലാ കോൺഗ്രസുകാരും അവരെ സേവിക്കുമെന്നായിരുന്നു എക്സിലെ ഒരു പോസ്റ്റ്. നിരവധി ആളുകൾ ഇത് ഷെയർ ചെയ്തിട്ടുമുണ്ട്. ചർച്ച് വെഡിങ്ങോ അതോ നിക്കാഹോ എന്ന സംശയമാണ് മറ്റു ചിലർക്ക്. റൈഹാൻ ഗാന്ധി കുടുംബത്തിന്റെ പാരമ്പര്യം പിന്തുടരാൻ പോകുന്നു എന്ന തരത്തിൽ ചില പ്രചാരണങ്ങളും എത്തി. ഇന്ദിരാഗാന്ധി പാർസി വിശ്വാസിയായ ഫിറോസ് ഗാന്ധിയാണ് വിവാഹം ചെയ്തത്. രാജീവ് ഗാന്ധി ആകട്ടെ ക്രിസ്ത്യാനിയായ സോണിയാഗാന്ധി വിവാഹം കഴിച്ചു. പ്രിയങ്ക ഗാന്ധിയും ഇതര മതസ്ഥനെയാണ് ജീവിത പങ്കാളിയാക്കിയിരിക്കുന്നത്. ഇപ്പോഴിതാ റൈഹാനും അതേ പാതയിൽ പോകുന്നു എന്നാണ് സംഘ് പ്രചാരണങ്ങൾ. അവീവയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം ഇതിനിടെ കുത്തനെ ഉയർന്നിട്ടുണ്ട്. റൈഹാനും അവീവയും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യമാണത്രേ ഇരുവരെയും അടുപ്പിച്ചത്. റൈഹാൻ വിഷ്വൽ ആർട്ടിസ്റ്റും ഫോട്ടോഗ്രാഫറുമാണ്. മുത്തച്ഛനും മുൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധിയുടെ ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യം അതേപടി റൈഹാനും പിന്തുടരുന്നുണ്ട്. 10 വയസ്സ് മുതൽ ആരംഭിച്ചതാണ് റൈഹാന്റെ ഫോട്ടോഗ്രാഫി ജേണി. വൈൽഡ് ലൈഫ്, സ്ട്രീറ്റ്, കൊമേഴ്ഷ്യൽ എന്നിവയാണ് കൂടുതൽ താല്പര്യം. ഡാർക്ക് പെർസെപ്ഷൻ, ഉപമാന തുടങ്ങിയ സോളോ എക്സിബിഷനുകളും നടത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ ബിക്കാനേർ ഹൗസിൽ നടന്ന ആദ്യത്തെ എക്സിബിഷൻ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പൊതുവെ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തി കൂടിയാണ് റൈഹാൻ. ഇരുവരുടെയും വിവാഹം അടുത്ത മാസങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. രാജസ്ഥാനിലെ ഷെർബാഗ് ഹോട്ടലിലായിരിക്കും ചടങ്ങുകൾ നടക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിലെ വിവാദങ്ങളിൽ കുടുംബം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.